ഹായ് ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിപ്പോൾ നമ്മളിവിടെ ഇക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റലിലാണ് പോണത്. അപ്പോൾ ഇക്കാക്ക് എന്ത് പറ്റി, എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മളോട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മളെ പിന്നെ ഫാമിലിയിലുള്ളവരും എല്ലാവരും വിളിച്ച് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കും, പിന്നെ ചിലർക്ക് റിപ്ലൈ കൊടുക്കാത്തവരും അങ്ങനെയൊക്കെ ഉണ്ട്, ടൈമൊക്കെ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇക്ക പെട്ടെന്ന് ദുബായിൽ നിന്ന് വരാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇക്കാക്ക് പെട്ടെന്ന് ഒരു പെരുന്നാളിൻ്റെ മുന്നേ, പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ ഇക്ക ഇങ്ങനെ തലവേദന എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ഗുളികയൊക്കെ കുടിച്ചൊക്കെ നോക്കി, എന്നിട്ടൊന്നും കുറവില്ല. പിന്നെ അവിടെ നമ്മൾ പ്രവാസികളായ നമ്മളെല്ലാവരും അവിടെ ആരാണെങ്കിലും ഗൾഫിലുള്ളവരൊക്കെ എന്തൊരു അസുഖം വന്നാലും പനഡോളാണ് അവർ വേഗം കഴിക്കുക. പനഡോൾ കഴിച്ചാൽ അവർ എല്ലാ അസുഖവും പെട്ടെന്ന് മാറുകയും ചെയ്യും കേട്ടോ. പിന്നെ അത്രയും നല്ല തീരെ സുഖമില്ലാതാവുമ്പോഴാണ് ഹോസ്പിറ്റലിലൊക്കെ പോകും. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നമ്മളെ ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ അവിടെ പോയാൽ ഒരു മാസത്തെ ശമ്പളമൊക്കെ കിട്ടണമെങ്കിൽ ആ ഒരു മാസത്തെ ശമ്പളം തന്നെ അവിടെ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കാനൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇക്ക വേഗം ഇവിടെ നാട്ടിൽ വന്ന് കാണിക്കുക എന്നുള്ളതിൽ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇക്ക ഇങ്ങനെ തലവേദന എന്ന് പറയുന്നുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ. എന്നിട്ടും കുറവില്ലാതായപ്പോൾ പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ തലവേദന ഒക്കെ പിന്നെ അവർ കണ്ണ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇക്കാക്ക് തലവേദനയും മാറുന്നില്ല, തലവേദനയും കൂടുതലായി. പിന്നെ കണ്ണ് ഒരാളെ 2 എണ്ണമായിട്ട് കാണാം. അപ്പോൾ ആ ഒരു ഇതിലായപ്പോൾ പിന്നെ ആകെ പേടിയായി. അപ്പോൾ അവിടെ തന്നെ വീണ്ടും വേറൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി കാണിച്ചപ്പോൾ അവരവിടുന്ന് MRI എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊക്കെ MRI ഒക്കെ എടുത്ത് വേറൊരു ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുമ്പോഴത്തേനും ഒരുപാട് ക്യാഷാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക്, ഇങ്ങനെ ഗൾഫിലുള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ അതിനേക്കാളും നല്ലതൊക്കെ അപ്പോൾ നാട്ടിലേക്ക് വരിക തന്നെയാണ്. പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാവുമല്ലോ, എല്ലാവരെയും കണ്ടാൽ തന്നെ ഒരു നമ്മളെ എല്ലാ ഫാമിലിയിലുള്ളവരെല്ലാവരെയും ഒക്കെ കണ്ടാൽ തന്നെ ഒരു പകുതി അസുഖം മാറുമല്ലോ, ഒരു സമാധാനമാണല്ലോ. പിന്നെ നമ്മൾക്കും ഒരു സമാധാനമാണല്ലോ നമ്മളെടുത്ത് എത്തി എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മളിവിടെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ, അവിടെ MES ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. സുബൈർ ഡോക്ടറെയാണ് കാണിക്കുന്നത് കേട്ടോ, അഹമ്മദ് സുബൈർ. ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഇപ്പോൾ അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അങ്ങനെ ഇക്കാക്ക് പിന്നെ കാണാൻ ഒന്നും കാഴ്ചയൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കാണുന്നത് ഒരാളെ 2 എണ്ണമായിട്ട് കാണുക. അങ്ങനെ പിന്നെ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. പിന്നെ നല്ല തലവേദന, ഉറക്കില്ലായ്മ അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടുന്ന് റാസൽ ഖൈമയിലാണ് കേട്ടോ, റാസൽ ഖൈമയിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ പെട്ടെന്നൊരു ദിവസം പെരുന്നാൾ കഴിഞ്ഞ് 2ാമത്തെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടുന്ന് കാണിച്ചപ്പോൾ MRI ഒക്കെ എടുക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ട് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനിങ്ങനെ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ, നാട്ടിലേക്ക് പോരാ. എങ്ങനെയായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായാലും പിന്നെ കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് കാണിച്ച് പോവുകയാണ് നല്ലത്, അവിടെ തന്നെ ഇങ്ങനെ കാണിക്കണ്ടാന്ന്. അങ്ങനെ പിന്നെ ഇക്ക ടിക്കറ്റ് എടുത്ത് പിന്നെ പിറ്റേ ദിവസം തന്നെ വന്ന്, ഇക്ക വരുന്ന മുന്നേ തന്നെ നമ്മൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലെ നമ്പറൊക്കെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററുടെ അടുത്ത് നിന്ന് വാങ്ങി. അവിടെ അഹമ്മദ് സുബൈർ ഡോക്ടർ ന്യൂറോ ആണ് കേട്ടോ, ന്യൂറോളജി. അവിടെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു ഡോക്ടർക്ക്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഫസ്റ്റ് ഡോക്ടറെ അടുത്തൊക്കെ ചെന്ന് ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ അവിടെ മെഡിക്കൽ കോളേജാണ് ഈ MES. അവിടെ പഠിക്കണ 2-3 ഡോക്ടർമാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ നമ്മളോട് ഇക്കാനോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കണം. അവർക്ക് പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് സ്ട്രോക്ക് വന്നതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാനോട് ചോദിക്കുമ്പോൾ പക്ഷേ ഇക്കാക്ക് ഡോക്ടർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടറിന് എന്തായാലും നമ്മളൊരു എമർജൻസി ആയിട്ടൊരു MRI എടുക്കുക, എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി എന്താ വെച്ചാൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് ഡോക്ടറിനെ എമർജൻസി ആയിട്ട് MRI എടുക്കാൻ അവിടെ സ്കാനിങ് സെൻറ്ററിലേക്ക് ഡോക്ടർ പറഞ്ഞ് നല്ല തിരക്കുണ്ടാവും, ഞാൻ വിളിച്ച് പറഞ്ഞോളാം, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ പെട്ടെന്ന് സ്കാനിങ് ഒക്കെ എടുത്ത് MRI എടുത്ത് ആ റിസൾട്ട് അവിടെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച്. അപ്പോൾ ഡോക്ടർക്ക് പോകാനായിരുന്നു അവിടെ നിന്ന് കേട്ടോ, പോകാനുള്ള ടൈമായിരുന്നു. പക്ഷേ ഡോക്ടർ പോവാതെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു.
അങ്ങനെ MRI നോക്കിയപ്പോൾ ഡോക്ടർ പിന്നെ ഡോക്ടറിന് ഇത് സ്ട്രോക്ക് ഒന്നുമല്ല, അതൊന്നും പേടിക്കാനില്ല, അതിൻ്റെ ലക്ഷണമൊന്നുമില്ല, കാണുന്നില്ല. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ആ ഒരു സംശയം ഇനി നമ്മൾക്കില്ല. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കണ്ണിൻ്റെ ഡോക്ടർ വേറെ തന്നെ ഒരു ശാരിക മാഡം ഉണ്ട്, നല്ല ഡോക്ടറാണ്. അപ്പോൾ കണ്ണിൻ്റെ ഡോക്ടർ നമ്മളൊന്ന് കാണിക്കുക പറഞ്ഞിട്ട് ഡോക്ടറിനെ അപ്പോൾ തന്നെ ശാരിക ഡോക്ടർക്ക് വിളിച്ച്, ശാരിക ഡോക്ടർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ശാരിക ഡോക്ടറെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോയി കേട്ടോ. കണ്ണിൻ്റെ പിന്നെ അവിടുന്ന് കുറേ കാഴ്ച, പിന്നെ വിഷൻ തെറാപ്പി, അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ അവിടുന്ന് ചെയ്ത് അങ്ങനെ ശാരിക ഡോക്ടറും വേറെ ഒരു ഡോക്ടറൊക്കെ നോക്കിയപ്പോൾ അവർ അപ്പോൾ തന്നെ പറഞ്ഞു ഇത് കണ്ണിൻ്റെ ഞരമ്പിന് ബ്ലോക്ക് വന്നതാണ്. തലച്ചോറിൽ നിന്ന് കണ്ണിൻ്റെ ഞരമ്പിലേക്കുള്ള കണ്ണിലേക്കുള്ള ഞരമ്പാണ്, അതും മൂന്നാമത്തെ ഞരമ്പിനാണ് വന്നിട്ടുള്ളത്, ബ്ലോക്ക് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, മരുന്ന് എടുക്കണം, എന്തായാലും 2-3 മാസം ടൈം എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ വിവരമൊക്കെ. അപ്പോൾ പിന്നെ ഒരു കണ്ണിൻ്റെ ഒരു MRI കൂടി എടുക്കാമെന്നുള്ളൊരിതിൽ അങ്ങനെ കണ്ണിൻ്റെ കൂടി അവരൊരു ഡൗട്ട് ക്ലിയർ ആക്കാനായിരുന്നു അത് കേട്ടോ. എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നുള്ളതിലായിരുന്നു. കണ്ണിൻ്റെ ഒരു MRI കൂടി അവിടെ നിന്ന് എടുത്ത്, അതിലും കുഴപ്പമൊന്നുമില്ല, അതും നോർമൽ തന്നെ ഇരുന്ന്, പേടിക്കാനൊന്നുമില്ല എന്നുള്ള ഇതായി അവിടുന്ന്. അവർ പറഞ്ഞ ടെൻഷനൊന്നും വേണ്ട, പേടിക്കണ്ട, ഇങ്ങനെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ട്, റെഡിയാവും, 2-3 മാസം ടൈം എടുക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ട് പിന്നെ അവിടെ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ അവിടെ ഒക്കെ കാണിച്ച് പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഒരു സംശയം, നമ്മൾക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോയപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളതിൽ അങ്ങനെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ കൊണ്ടുപോയതായിരുന്നു. ഇനി വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ മാറി കാണിക്കുക എന്നുള്ളതിലാണ് നമ്മൾ പിന്നെ കോഴിക്കോട് കോംട്രസ്റ്റിലും കൂടി ഒന്ന് പോയി കാണിച്ചിട്ടോ. അപ്പോൾ അത് കണ്ണിൻ്റെ മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ നമ്മൾ ഫസ്റ്റ് അവിടെ വിളിച്ച് ബുക്ക് ചെയ്ത് അവിടെ ഫസ്റ്റ് കാണിച്ചപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾക്ക് അവിടെ മെയിൻ ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അവിടുന്ന് പിന്നെ ഓരോ കണ്ണിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ കണ്ണിൻ്റെ ഞരമ്പിനാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ അവർ കണ്ണിൻ്റെ ഞരമ്പിന് ഉള്ള ഡോക്ടർ, ഒരു സൗമ്യ ഡോക്ടർക്ക് വേറൊരു ദിവസം ബുക്ക് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും കോഴിക്കോട് കോംട്രസ്റ്റിലേക്ക് പോയി സൗമ്യ ഡോക്ടറെ കണ്ട്. അപ്പോൾ സൗമ്യ ഡോക്ടറും ഇത് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത്, കണ്ണിൻ്റെ ഞരമ്പിനുള്ള തലച്ചോറിൽ നിന്ന് കണ്ണിലേക്കുള്ള ഞരമ്പിനൊരു ബ്ലോക്ക് വന്നതാണ്, 2-3 മാസം എടുക്കും റെഡി ആവാൻ, ടെൻഷനാവുമെന്ന് വേണ്ട. ഇപ്പോൾ പെരിന്തൽമണ്ണത്തെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണമല്ലോ, അപ്പോൾ അതുതന്നെ മതി, വേറൊരു മരുന്ന് കഴിക്കണ്ട, അതുതന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് കോഴിക്കോട് നിന്ന് നമ്മൾ കണ്ണിൻ്റെ സ്കാനിങ് എടുത്തിരുന്നു കേട്ടോ. അപ്പോഴും ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ്. പെട്ടെന്നൊരു അസുഖം എന്തായാലും എല്ലാ പ്രവാസികളെയും നമ്മളെ എല്ലാവരെയും തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ വന്ന് നമ്മൾക്ക് ഫസ്റ്റ് എന്താ ചെയ്യുക, എങ്ങനെയാണ്, എന്താണ് എന്നൊരു പെട്ടെന്ന് ഇതിങ്ങനെ കേട്ടപ്പോഴും ഇങ്ങനെ ആയപ്പോഴൊക്കെ ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ഇനി എന്താ ചെയ്യുക, എങ്ങനെയാണ് നമ്മളെ വീട്ടിലേക്കൊക്കെ എന്താ പറയുക, നമ്മളെ വീട്ടിലേക്ക് നമുക്ക് വരുമാനം എത്തിക്കണം, അവർ ജോലി ചെയ്തിട്ട് അതുവഴിയാണല്ലേ നമ്മളെ ജീവിതവും മക്കളെ പഠിപ്പും കാര്യങ്ങളും ബാക്കിയുള്ള ചിലവും കാര്യങ്ങളൊക്കെ കഴിയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ കണ്ണിനൊക്കെ ഒരു അസുഖമൊക്കെ വന്ന, കണ്ണിനെന്നല്ല കൈയായാലും കാലായാലും നമ്മളെ എന്തൊരു അവയവത്തിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാലും അത് ഇതായാൽ പിന്നെ ഒരാൾക്ക് ജോലിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റാതാവല്ലേ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഡോക്ടർ 3 മാസമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 1 മാസമായി. ഇപ്പോൾ നല്ല തലവേദനയും ഉറക്കില്ലായ്മ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെത് ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഇപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, അതിട്ടിട്ട് ഒരു കണ്ണുകൊണ്ട് മാത്രം, ആ ഗ്ലാസ് ഇട്ട ഒരു കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 2 കണ്ണും കൂടി നോക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു കണ്ണോട് നോക്കുമ്പോൾ പെട്ടെന്ന് തല ചുറ്റുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇക്കാക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ കൂടുതലും ആ കണ്ണാടി അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്യാറുള്ളൂ, കൂടുതലും യൂസ് ചെയ്യാറില്ല. എന്നിങ്ങനെ തല ഒരു ഭാഗത്തേക്ക് ചെരിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങനെ നോക്കാലാണ്. അപ്പോൾ ഡോക്ടർ ആ ഒരു തല ചെരിച്ചിട്ട് ഉള്ള ഒരു ഭാഗത്തേക്കുള്ള ഒരു നോട്ടം ഒഴിവാക്കാനാണ് ഈ ഒരു കണ്ണടക്ക് എഴുതിയത്. പക്ഷേ ഈ കണ്ണട വെക്കുമ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തലറ്റലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പെരിന്തൽമണ്ണ പിന്നെ നമ്മൾ അന്ന് സുബൈർ ഡോക്ടർ 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളോട് ചെല്ലാൻ പറഞ്ഞത്. 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പോണ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. ഇത് പിന്നെ നമ്മളവിടെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു മാറ്റമൊന്നും ഇല്ലാന്ന്. ഇപ്പോൾ ഡോക്ടർ പിന്നെ അവിടുന്ന് പിന്നെ ശാരിക ഡോക്ടർ, കണ്ണിൻ്റെ ഡോക്ടറെ തന്നെ ഒന്നും കൂടി കാണിച്ച്. അപ്പോൾ പിന്നെ സുബൈർ ഡോക്ടർ ഇനി 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ആദ്യം കഴിച്ചിരുന്ന ആ ടാബ്ലറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്.
പിന്നെ ശാരിക മാഡം ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ട് ഇങ്ങനെ ഗൾഫിൽ നിന്ന് വന്നതാണ്, ജോലി അവിടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല, തലച്ചോറിൽ നിന്ന് കണ്ണിലേക്കുള്ള ഞരമ്പല്ല. അപ്പോൾ ഇതിങ്ങനെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ക്ലിയർ ആവും, റെഡി ആവും, ടെൻഷനാവൊന്നും വേണ്ട, ഇത് വന്നവർക്കൊക്കെ റെഡി ആയിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ്. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ നമ്മളും പോകുന്നു. പിന്നെ വേറൊരു ഗുളികയും കൂടി തന്നിട്ടുണ്ട്, അപ്പോൾ അതും കൂടി കഴിക്കുന്നുണ്ട്. അപ്പം ഇനി ഡോക്ടർ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ചെല്ലാൻ പറഞ്ഞത്. അതിലിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. ഇനി 2 ആഴ്ചയും കൂടി ഉണ്ട്. 2 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ ഡോക്ടറെ, ശാരിക ഡോക്ടറെ ഒന്ന് പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ഡോക്ടറായിരുന്നു കേട്ടോ. ശാരിക ഡോക്ടറാണെങ്കിലും നമ്മൾ കോഴിക്കോട് കോംട്രസ്റ്റിൽ പോയതും പിന്നെ MBSC തന്നെ അഹമ്മദ് സുബൈർ ന്യൂറോളജി ഒക്കെ എല്ലാവരും ഒന്നും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട് തന്നെ എല്ലാതും തുറന്ന് എല്ലാം വ്യക്തമാക്കി പറയുന്നുണ്ടായിരുന്നു. പിന്നെ ശാരിക ഡോക്ടർ തന്നെ പ്രത്യേകം പറയേണ്ടത്, ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും ഡോക്ടർ കുറേ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഇനി ഒരു 15 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാനുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചെത്തി. ഇപ്പോൾ ഇതാ നമ്മളെ നാട്ടിൽ എത്തിയിട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ പുഴ ഭാരതപ്പുഴയാണ് ഈ കാണുന്നത്. അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ ഒന്ന് ചായ കുടിച്ചിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകാമെന്നുള്ളതിൽ ഇപ്പോൾ ഇവിടെ എത്താറായല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒന്ന് കാക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് കയറി ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇക്കാൻ്റെ വിവരങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ അല്ലാതൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.